Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. അതായത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കണക്റ്റഡ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കണക്റ്റഡ് ഗ്രാഫ് പഠിച്ചു, വെർട്ടിസസ് കണക്റ്റഡ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, കണക്റ്റഡ് കോമ്പണൻസ് പഠിച്ചു, കണക്റ്റഡ് സബ് ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പണൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കണക്റ്റഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് വെർട്ടിസസ് കണക്റ്റഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വെർട്ടിസസ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എന്ത് വരും, ഒരു യു വി പാത്ത്, യുന്ന് വിയിലേക്ക് പോകാൻ ഒരു യു വി പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, യു വിയും കണക്ട് ആണ്. അങ്ങനെ ഒരു ഗ്രാഫിലുള്ള എല്ലാ വേർട്ടെക്സിനും വേറൊരു വേർട്ടെക്സിലേക്ക് ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സിലേക്കും പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, യു വി പാത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫുകളെ നമ്മൾ എന്ത് പറയും, കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പണൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോമ്പണൻസ് കണക്റ്റഡ് സബ് ഗ്രാഫിനെ നമ്മൾ എന്ത് പറയാ, കോമ്പണൻസ്. ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് കണക്റ്റഡ് ആവണമെന്നൊന്നുമില്ല, ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവുന്നില്ല. ഒരു ഗ്രാഫ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഭാഗം എടുക്കുമ്പോൾ എന്താണ്, അത് കണക്റ്റഡ് ആണെങ്കിൽ, അത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള വെർട്ടിസസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ വെർട്ടിസസിലേക്കും എന്ത് ചെയ്യാണ്, പോകാൻ വേണ്ടിയിട്ട് യു വി പാത്ത് ഉണ്ടെങ്കിൽ ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, കണക്റ്റഡ് എന്ന് പറയും. അങ്ങനെയുള്ള കണക്റ്റഡ് സബ് ഗ്രാഫുകളെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഒരു ഗ്രാഫിന്റെ കോമ്പണൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫിന് വരാൻ പറ്റുന്ന, ഒരു ഗ്രാഫ് കണക്റ്റഡ് ആവാനുള്ള നെസസറി കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാൻ എന്താണ് നെസസറി കണ്ടീഷൻ. ഇഫ് ജി എസ് സിമ്പിൾ, ഇഫ് ജി എസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ജി എസ് സിമ്പിൾ ഗ്രാഫ് ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n minus 1/2, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n minus 1/2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം ഡിഗ്രി ആണ്, കോമ ദെൻ ജി എസ് കണക്റ്റഡ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് സിമ്പിൾ ആണ്, അതിന്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ വേർട്ടെക്സ് -1/2, നമ്പർ ഓഫ് വേർട്ടെക്സ് -1/2 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്തായിരിക്കും, ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും, കണക്റ്റഡ്. പക്ഷെ കണക്റ്റഡ് ആണെന്ന് വെച്ചിട്ട് ഇതാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഒരു സിമ്പിൾ ഗ്രാഫ് എന്താണ്, അതിന്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് n minus 1/2, അതായത് അതിന്റെ വേർട്ടെക്സിന്റെ നമ്പർ -1/2 കൂടുതലാണെങ്കിൽ എന്താണ്, ആ ഗ്രാഫ് എന്താണ്, കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഗ്രാഫുകളൊക്കെ ഡിഗ്രി എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, ഡിഗ്രി ഒക്കെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ വേർട്ടെക്സ് -1/2 ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, ആ ഗ്രാഫ് എന്താണെന്ന് പറയാ, കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ ഒരു ഗ്രാഫിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വെർട്ടെക്സിന്റെ ഡിഗ്രി തന്നു. ഓക്കെ, വെർട്ടെക്സിന്റെ ഡിഗ്രി തന്നിട്ട് വെർട്ടെക്സിന്റെ നമ്പറും പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്ത് n minus 1/2 കണ്ടിട്ട് എല്ലാത്തിന്റെയും ഡിഗ്രി അതിലും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഗ്രാഫ് കാണാതെ തന്നെ എന്ത് പറയാൻ പറ്റും, ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഇത് പ്രൂവ് ചെയ്താൽ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൂഫുകൾ എങ്ങനെയാ സാധാരണ ചെയ്യാറ്. സാധാരണ പ്രൂഫ് ചെയ്യാറ് ഒന്നിക്കൽ എന്ത് ചെയ്യും, ഡെഫിനിഷൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, എസ്യൂം ദ കോൺട്രറി. ഓക്കെ, എസ്യൂം ദ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ എസ്യൂം ദ കോൺട്രറി, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് തെറ്റാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്യൂം ചെയ്യുന്നു. ഓക്കെ, തെറ്റാണെന്ന് നമ്മൾ എസ്യൂം ചെയ്താൽ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ജി സിമ്പിളും ഡെൽറ്റ മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ n minus 1 കൂടുതലുമാണെങ്കിൽ ആ ഗ്രാഫ് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണ്. അത് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. അങ്ങനെ ഗ്രാഫുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തെറ്റായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, assume the contrary. എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ജി is simple and ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ n minus 1/2 then g is disconnected. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണ്. അതായത് മിനിമം ഡിഗ്രി n minus 1/2 കൂടുതലാണെങ്കിൽ പോലും എന്താണ്, സിമ്പിൾ ഗ്രാഫിൽ അങ്ങനെയാണെങ്കിൽ പോലും ഗ്രാഫ് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, assume ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള എല്ലാ വെർട്ടെക്സിനും എല്ലാ വെർട്ടെക്സിലേക്കും പോകാൻ യു വി പാത്ത് ഉണ്ട്. അപ്പൊ എന്താണ്, ഗ്രാഫ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത പോലെ ഉണ്ട്. അപ്പൊ എന്താണ്, കോമ്പണൻസ് ഉണ്ടാവും. ഓക്കെ, മിനിമം എത്ര കോമ്പണൻസ് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 2 കോമ്പണന്റെങ്കിലും ഉണ്ടാവും. ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഭാഗങ്ങളെങ്കിലും ആക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് പറയുന്നു, അറ്റ്ലീസ്റ്റ് 2 കോമ്പണൻസ് എങ്കിലും ഉണ്ടാവും. അതാ പറയുന്നത് ദെൻ ഡിസ്കണക്റ്റഡ് അല്ല. സപ്പോസ് അസ്യൂം ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജി സിമ്പിൾ ആണ്, അതുപോലെ എന്താണ്, മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് n minus 1/2 ആണെങ്കിൽ പോലും ഗ്രാഫ് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണ്. ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്, അതിന് അറ്റ്ലീസ്റ്റ് 2 കോമ്പണന്റുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത് ദെൻ ജി ഹാസ് അറ്റ്ലീസ്റ്റ് 2 കോമ്പണന്റ്സ്, സേ G1 ആൻഡ് G2. 2 കോമ്പണന്റ് ഉണ്ട്. അപ്പൊ ഈ ഗ്രാഫിന് എന്തുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഗ്രാഫ് ഇങ്ങനെയൊക്കെ ആവും. ഓക്കെ, സിമ്പിൾ ഗ്രാഫ് ആണ്. ഓക്കെ,
അപ്പൊ എന്താണ് ഗ്രാഫ് ഇങ്ങനെയാണ്. രണ്ട് കോമ്പണന്റ് ഉണ്ട്. അപ്പൊ രണ്ട് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എവിടത്തേക്ക് പോകാൻ പറ്റില്ല, ഒരു വേർട്ടെക്സ് അല്ല ഒരു കോമ്പണന്റ് വേറൊരു കോമ്പണന്റിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് എല്ലാ വേർട്ടെക്സിനും ബാക്കിയുള്ളതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുണ്ട് രണ്ട് കോമ്പണന്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ജി ഹാസ് അറ്റ്ലീസ്റ്റ് ടു കോമ്പണന്റ്സ് സി G1 ആൻഡ് G2. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു അസംപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഒരു വേർട്ടെക്സ് എടുക്കുവാണ്. ലെറ്റ് എടുക്കുന്നതാണ്. ലെറ്റ് വി ബി എനി വേർട്ടെക്സ് ഓഫ് G1. അതായത് ഇത് G1 ഉം ഇത് G2 ആണെങ്കിൽ എന്താണ് വി എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു വേർട്ടെക്സ് ആണ്. വി എന്ന് പറയുന്നത് ഈ ഗ്രാഫ്, ഈ ഓവറോൾ ആണ് ഒരു ഗ്രാഫ്, ആ കോമ്പണന്റിലുള്ള ഒരു വേർട്ടെക്സ് ആണ്. എന്ത് വി ബി എനി വേർട്ടെക്സ് ഓഫ് G1. G1 ഒരു വേർട്ടെക്സ് നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഈ ഓവറോൾ ഗ്രാഫിൽ ഈ G എന്ന് പറയുന്ന ഓവറോൾ ഗ്രാഫിൽ എന്താ പറയുക, അവിടെയുള്ള എല്ലാ വേർട്ടെക്സുകളുടെ ഡിഗ്രിയും എന്താണ് n-1/2 കൂടുതലാണ്. എല്ലാ വേർട്ടെക്സുകളുടെയും ഡിഗ്രി എന്താണ് n-1/2. അതായത് മിനിമം ഡിഗ്രി തന്നെ എന്താണ് n-1/2 കൂടുതലാണെന്ന് പറഞ്ഞാൽ മിനിമം ഡിഗ്രി ബാക്കിയുള്ള എന്തായിരിക്കും അതിൽ കൂടുതലായിരിക്കും. അപ്പൊ എന്താണ് മിനിമം ഡിഗ്രി പോലും എന്താണ് n-1/2 ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, അവിടെ എല്ലാ വേർട്ടെക്സുകളുടെ ഡിഗ്രി എന്താണ് n-1/2 ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും, ഹാസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ n-1/2 ഇംപ്ലൈസ് എന്ത് വരും, ഡിഗ്രി ഓഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1/2. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മള് G1 എന്ന് എടുത്തിരിക്കുന്ന വിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റും, n-1/2 കൂടുതലാണെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും. അതിനുള്ള കാരണം എന്താ, ഇതാണ് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞത്. ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്തുകൊണ്ടാണ് വന്നത്, നമ്മൾ ഈ G1 എന്ന് എടുക്കുമ്പോൾ എന്തോ ഇത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ഇതിന്റെ മിനിമം ഡിഗ്രി, ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാൻ പോകുമ്പോൾ ഇത് വേർട്ടെക്സ് ആണ്, വി ആണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഡിഗ്രി ഇപ്പൊ നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ 2 ആണ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൽ മിനിമം എന്തുണ്ടാവും 3 വേർട്ടെക്സ് ഉണ്ടാവും. കാരണം എന്താ, ഇതിന്റെ ഡിഗ്രി 2 ആണ്, സിമ്പിൾ ഗ്രാഫ് ആയതുകൊണ്ട് ഡിഗ്രി 2 ആണെന്ന് 2 എഡ്ജസ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മറ്റേ അറ്റത്ത് എന്താവും 2 വേർട്ടെക്സുകൾ ഉണ്ടാവും. പിന്നെ അതും പ്ലസ് ഇതും കൂടിയിട്ട് എന്തുണ്ടാവും, മിനിമം എത്ര വേർട്ടെക്സ് ഉണ്ടാവും, 3 വേർട്ടെക്സ് എങ്കിലും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് ഇത്രയാണെന്ന് പറഞ്ഞാൽ അത് പ്ലസ് അതിൽ ഒന്നും കൂടെ വേർട്ടെക്സ് മിനിമം എന്തുണ്ടാവും അതിലുണ്ടാവും. കാരണം ഇതിന് മിനിമം 3 അല്ല അതിലും കൂടുതലുണ്ട്. ഓക്കെ, മിനിമം അത്രയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് all the vertices adjacent to V in G must belongs to G1. അതായത് വിക്ക് അഡ്ജസന്റ് ആയ എല്ലാ വെർട്ടെക്സുകളും G1 ഉണ്ടാവുന്നതാണ്. അതുണ്ടാവും കാരണം എന്താണ്, G1 ഒരു കോമ്പണന്റ് ആണ്, അത് കണക്റ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന് അഡ്ജസന്റ് ആയ എല്ലാ വെർട്ടെക്സുകളും തന്നെ ഉണ്ടാവും. G1 തന്നെ കാരണം ഇപ്പുറത്തേക്ക് വരില്ല, കാരണം ഇപ്പുറത്തേക്ക് വരുവാന്ന് ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ എന്ത് വരും, വീക്ക് അഡ്ജസന്റ് ആയ ജിയിലുള്ള എല്ലാ വെർട്ടെക്സുകളും എവിടെ ഉണ്ടാവും, G1 തന്നെ ഉണ്ടാവും. അതിന് നമുക്ക് ഒരു സംശയമില്ല, ഒരു അഭിപ്രായമില്ല. കാരണം എന്താണ്, ഇതിന് അഡ്ജസന്റ് ആയ ആൾക്കാർ ഇവിടെ മാത്രമേ ഉണ്ടാവും, G1 ഉണ്ടാവും. കാരണം G2 ഉണ്ടാവില്ല. G2 എന്ന് പറഞ്ഞാൽ G1 നിന്ന് G2 പോകാൻ ഒരു വഴിയേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു വെർട്ടെക്സിനും G2 പോകാൻ എന്തില്ല, വഴി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്തില്ല, കണക്ഷൻ. അതാ പറയുന്നത് all the vertices adjacent to V in G must belongs to എന്താണ് G1 ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മിനിമം ഡിഗ്രി ഈ വെർട്ടെക്സിനാണ് എങ്കിൽ എന്താണ്, ഇതിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ ആ ഇതിൽ എത്ര ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 3 വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവും. എന്തുകൊണ്ടാണ്, ഈ 2 വെർട്ടെക്സും പ്ലസ് വി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഹെൻസ് G1 കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് DU plus 1 vertices. DU എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രി ഓഫ് വി. ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താണ്, n-1/2 കൂടുതലുള്ള ഒരു നമ്പർ ആയിരുന്നു. ഓക്കെ, എന്താണ്, ഇതിന്റെ ഡിഗ്രി പ്ലസ് 1 വേർട്ടെക്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് അത്രയെങ്കിലും ഒന്നുണ്ടാവും ആ കോമ്പണന്റിൽ ഉണ്ടാവും. അത് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഹെൻസ് G contains at least DU plus V, DU plus 1 vertices. ഓക്കെ, ഇനി എന്താണ്, അങ്ങനെയാണെങ്കിൽ DU plus 1 എന്ന് പറഞ്ഞാൽ എന്താ, DU എന്താണ് n-1/2 കൂടുതലാണ്. n-1/2 കൂടുതലാണെന്ന് പറഞ്ഞാൽ DU plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഇനിക്വാലിറ്റിന്റെ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. അപ്പൊ ഈ ഇനിക്വാലിറ്റി എന്ത് ചെയ്യാൻ മാറൂല, DU plus 1 is greater than or equal to n-1/2 plus 1. n-1/2 plus 1 എന്ന് പറഞ്ഞാൽ എന്താ വരും, n-1 plus 2/2 താഴെ. അപ്പൊ എന്ത് വരും, n plus 1/2 vertices. അപ്പൊ ഈ ഭാഗം എന്ത് വരും, ഇത് സിംപ്ലിഫൈ ചെയ്ത n plus 1/2 vertices. അതായത് ഇതിന്റെ അകത്ത് എന്തുണ്ടാവും, n plus 1/2 vertices അറ്റ്ലീസ്റ്റ് എവിടെ ഉണ്ടാവും, ഈ G1 എന്ന് പറയുന്ന കോമ്പണന്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ 3 വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ n-1/2 plus 1 എന്ന് പറയുന്ന വെർട്ടെക്സുകൾ എവിടെ ഉണ്ടാവും, ഈ കോമ്പണന്റിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമിലർലി G2 എന്തുണ്ടാവും,
G2 എന്തുണ്ടാവും ഇതേപോലെ തന്നെ എത്ര വേർട്ടെക്സ് ഉണ്ടാവും ഇവിടെയുള്ള എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ് n-1/2 ഗ്രേറ്റർ ദാൻ ഓർ സോറി മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതൽ അപ്പൊ നമ്മൾ അവിടെ ഒരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് n-1/2 കൂടുതലാണ് ഓക്കെ അപ്പൊ എന്ത് വരും അവിടെ ഒരു വേർട്ടെക്സ് ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും അതിന്റെ മിനിമം ഡിഗ്രി അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n-1/2 കൂടുതലാണ് അപ്പൊ ആ പോർഷനിൽ ഈ ഒരു കോമ്പണന്റിൽ എത്ര ഉണ്ടാവും n-1/2 പ്ലസ് 1 വേർട്ടെക്സ് കാരണം n-1/2 വേർട്ടെക്സുകൾ ആയിട്ട് എന്തുണ്ട് ഇത് അഡ്ജസന്റ് ആണ് അപ്പൊ പ്ലസ് ഇതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത്രയും വേർട്ടെക്സുകൾ എന്തുണ്ടാവും ഇവിടെ ഉണ്ടാവും അപ്പൊ ഇവിടെ എത്രയും ഉണ്ടാവും സിമിലർലി G2 contains at least n+1/2 vertices അപ്പൊ G1 ൽ എത്രയുണ്ട് n+1/2 വേർട്ടെക്സ് at least n+1/2 അതായത് n+1/2 ഓ അതിൽ കൂടുതലോ വേർട്ടെക്സുകൾ അതുപോലെ G2 ൽ എന്തുണ്ട് n+1/2 ഓ അതിൽ കൂടുതലോ വേർട്ടെക്സുകൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ G എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടാൾക്കാരുടെ വേർട്ടെക്സിന്റെ നമ്പറും ചേർന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് വരും G യിൽ എത്ര ഉണ്ടാവും G ഹാസ് അറ്റ്ലീസ്റ്റ് n+1/2 പ്ലസ് n+1/2 ഇത് രണ്ടും കൂടി ഇതില് ഇത്രയെങ്കിലും ഉണ്ടാകും അതോ അതിൽ കൂടുതലുമാണ് ഇതില് ഇപ്പൊ സപ്പോസ് ഇവിടെ 3 ആണ് വേർട്ടെക്സ് ഉള്ളത് 3യോ അതിൽ കൂടുതലോ ഉണ്ടാവുന്നതാണ് ഇവിടെ എത്രയാണ് ഇപ്പൊ ഇവിടെ കിട്ടി 3യോ അതിൽ കൂടുതലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓവറോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും 6ഓ അതിൽ കൂടുതലോ ഉണ്ടാവും കാരണം ഇവിടെ 3യോ അതിൽ കൂടുതലോ ആണ് ഇവിടെയും എന്താണ് 3യോ അതിൽ കൂടുതലോ അപ്പൊ നമുക്ക് ഓവറോൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും 6ഓ അതിൽ കൂടുതലോ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എന്ത് വരും n+1/2 പ്ലസ് n+1/2 വരും ഓക്കെ n+1/2 പ്ലസ് n+1/2 എന്ന് വരും അപ്പൊ എന്താണ് n+1/2 പ്ലസ് n+1/2 എന്ന് പറഞ്ഞാൽ എന്താണ് 2n+1/2 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഇതിനകത്ത് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും ക്യാൻസൽ ചെയ്താൽ n+1 വെർട്ടിസസ് ഇവിടെ ജിയില് n+1 വെർട്ടിസസ് ഉണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ജിയില് n+1 വെർട്ടിസസ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജിയിൽ n+1 വെർട്ടിസസ് ഉണ്ടാവില്ല കാരണം ജിയിലെ വേർട്ടെക്സിന്റെ നമ്പർ ഫിക്സഡ് ആണ് നമ്മളൊരു ഗ്രാഫ് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ടാവുക n വേർട്ടെക്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് ജിയിൽ എന്തുണ്ട് n+1 വേർട്ടെക്സ് ഉണ്ട് ഇതെന്താണ് എന്തിന് കോൺട്രഡിക്ഷൻ ആണ് വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ആർക്ക് കോൺട്രഡിക്ഷൻ ആണ് ഗ്രാഫിലെ വെർട്ടെക്സിന്റെ നമ്പർ n എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആണ് n+1 എന്ന് കിട്ടുന്നത് അപ്പൊ അതിനുള്ള കാരണം എന്താ നമ്മൾ നോക്കുക അതിനുള്ള റീസൺ എന്താണ് എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള കാരണം എന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ ഇങ്ങനെ ആയതുകൊണ്ടാ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ ഇങ്ങനെ ആയതുകൊണ്ടാ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് G1 ൽ എന്തുണ്ട് ഡിഗ്രി ഓഫ് യു എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n+1 എന്നാണ് n-1/2 ഇനി ഇങ്ങനെ വരാൻ G1 ഉം G2 ഉണ്ടാവാനുള്ള കാരണം എന്താ G1 ഉം G2 ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ സമ്മ് ചെയ്യപ്പെട്ടത് ഓക്കെ ഇനി G1 ഉം G2 ഉണ്ടാവാനുള്ള കാരണം എന്താണ് G എന്തായതുകൊണ്ടാണ് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പോ എന്താണ് G ഡിസ്കണക്റ്റഡ് ആയത് എന്താണ് തെറ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് അപ്പൊ എന്തല്ല G ഡിസ്കണക്റ്റഡ് അല്ല അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്താണ് G is connected അപ്പൊ എന്താണ് hence ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ തിയറം ആണ് ഓക്കെ അതും കണക്റ്റഡ് ഗ്രാഫിന്റെ കണക്റ്റഡ് ഗ്രാഫിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത തിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇഫ് എ സിമ്പിൾ ഗ്രാഫ് G is not connected if a simple graph G is not connected then G complement is connected അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു സിമ്പിൾ ഗ്രാഫ് കണക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിന്റെ കോമ്പണന്റ് എന്തായിരിക്കും കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇനി കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കോമ്പണന്റ് ഉണ്ടാക്കുക G കോംപ്ലിമെന്റ് ഒരു ഗ്രാഫിൽ G ഉണ്ടെങ്കിൽ അതിന്റെ G കോമ്പണന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കറിയാം G ഉണ്ടെങ്കിൽ G കോംപ്ലിമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക ജിയുടെ അതേ വെർട്ടെക്സ് സെറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും വെർട്ടെക്സ് സെറ്റ് ആയിട്ട് എടുക്കും ഇനി എഡ്ജസ് എങ്ങനെയാണ് ഉണ്ടാക്കുക ജിയില് അഡ്ജസന്റ് ആയ ആൾക്കാര് G കോംപ്ലിമെന്റിൽ എന്തായിരിക്കും നോൺ അഡ്ജസന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ പറയാ ജിയുടെ അതേ വെർട്ടെക്സ് സെറ്റ് തന്നെ ആയിരിക്കും എന്ത് G കോംപ്ലിമെന്റിന്റെ വെർട്ടെക്സ് സെറ്റ് എഡ്ജിനെ പറയുന്നത് എങ്ങനെയാണ് ജിയില് അഡ്ജസന്റ് ആയ വെർട്ടെക്സുകള് G കോംപ്ലിമെന്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും നോൺ അഡ്ജസന്റ് ആയിരിക്കും ഓക്കെ ഇനി ഇവിടെ നോൺ അഡ്ജസന്റ് ആയ വെർട്ടെക്സുകൾ ഇവിടത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും അഡ്ജസന്റ് ആയിരിക്കും ഓക്കെ ഇതാണ് എന്ത് G കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചത് ഓക്കെ ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഇഫ് എ സിമ്പിൾ ഗ്രാഫ് G is not connected then G complement is connected എന്നാണ് G കോംപ്ലിമെന്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട് എന്താണ് G എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട് ഓക്കെ G എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ് ഡിസ്കണക്റ്റഡ് ആണ് ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കോമ്പണന്റ് ഉണ്ട് G1 and G2 എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് G1 നിന്ന് G2ലേക്ക് എന്തുണ്ടാവില്ല അറ്റ്ലീസ്റ്റ് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും G1 എന്ന് അറ്റ്ലീസ്റ്റ് ആണ് ഇതിൽ കൂടുതൽ ഉണ്ടാവാം ഓക്കെ G1 നിന്ന് G2ലേക്ക് എന്തുണ്ടാവില്ല കണക്ഷൻ ഉണ്ടാവും ഇതിലുള്ള ആൾക്കാർ തമ്മിൽ എന്തുണ്ട് കണക്ഷൻ ഉണ്ട് ഇവിടെയുള്ള ആൾക്കാർ തമ്മിൽ കണക്ഷൻ വേറെ ഉണ്ടാവാം പക്ഷെ എന്താ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ഉണ്ടെന്നാണ് ഓക്കെ അപ്പൊ എന്താ പറയുന്നത് നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു ലെറ്റ് U and V be any two vertices of G complement U and V be any two vertices of G complement അവര് ഇവിടെ ഉള്ളതായിരിക്കും
ജിയിലുള്ളതുമായിരിക്കും. ഇത് ഓവറോൾ ആണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അവരിവിടെ കാരണം വെർട്ടെക്സ് വെക്ടർ രണ്ടും എന്താണ് സെയിം ആണ്. ഓക്കെ, ഇനി എന്താണ് യു വി എന്താണ് ജി കോംപ്ലിമെന്റിലെ രണ്ട് വെർട്ടെക്സുകളാണ്. ഇനി എന്ത് പറയുന്നു ആ വെർട്ടെക്സുകൾ ഇപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്നാ പ്രൂവ് ചെയ്യുന്നത്. ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജിയിലുള്ള ഏതൊരു വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടെക്സിന് അതിലുള്ള ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കും എന്തുണ്ടാവണം? യു വി പാത്ത് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. എന്തെടുക്കുന്നു നമ്മള്? യു വിയും ബിലോങ്സ് ടു ഡിഫറെന്റ് കോമ്പണന്റ് ഓഫ് ജി. അതായത് ജി കോമ്പണന്റിലുള്ള രണ്ട് വെർട്ടെക്സുകൾ നമ്മൾ എടുത്തു, യു വിയും ആണ്. പക്ഷെ അത് ജിയിലേക്ക് വരുമ്പോഴെന്താണ്? രണ്ട് കോമ്പണന്റിലാണുള്ളത്. രണ്ട് കോമ്പണന്റിലാണുള്ളത് എന്ന് പറഞ്ഞാൽ യു എന്താണ് ഇവിടെ ഉണ്ടാവുക, വി എന്താണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമ്മള് ജി കോമ്പണന്റിലെ രണ്ട് വെർട്ടെക്സ് ആർബിട്രറി ആയിട്ട് രണ്ട് വെർട്ടെക്സ് എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ ജിയിലുള്ള ജി കോംപ്ലിമെന്റിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അതിന്റെ ഇടയിൽ എന്തുണ്ട്? യു വി പാത്ത് ഉണ്ട് എന്നാ പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഏതോ രണ്ട് വെർട്ടെക്സ് എടുത്തിട്ടുണ്ട്, ഇന്ന ആളുകളൊന്നും എടുത്തില്ല. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇവരിടയിൽ ഒരു യു വി പാത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജി കോംപ്ലിമെന്റ് എന്താണെന്ന് പറയാൻ പറ്റും, കണക്റ്റഡ് ആണെന്ന് പറയാം. നമ്മളിപ്പോ എടുത്തത് എന്താ? ജി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വെർട്ടെക്സുകൾ ഇങ്ങനെ പൊക്കിയെടുത്തു, അതാണ് യു വി. ഇനി എന്ത് ചെയ്താൽ മതി? എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു യു വി പാത്ത് ഉണ്ട്. അപ്പൊ എന്താണ് അത്? കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതെങ്കിലും രണ്ടാൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ യു വി പാത്ത് ഉണ്ടെങ്കിൽ എന്താണ്? കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രൂവ് ചെയ്യണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എടുത്തു എന്താണ്? രണ്ട് വെർട്ടെക്സിൽ എടുത്തു, യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സിൽ എവിടെ നിന്ന് എടുത്തു? ജി കോംപ്ലിമെന്റ് എടുത്തു. അപ്പൊ അതേ വെർട്ടെക്സിൽ തന്നെയാണ് ആർക്കുണ്ടാവുക? ജിക്ക് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നു ഇഫ് യു ആൻഡ് വി ബിലോങ്സ് ടു ഡിഫറെന്റ് കോമ്പണന്റ് ഓഫ് ജി. ജിയിലുള്ള രണ്ട് കോമ്പണന്റിലാണ് ആരുള്ളത്? യുവും വിയും ഉള്ളത്. ജിയിലുള്ള രണ്ട് കോമ്പണന്റിലാണ് ഉള്ളത് എന്തുള്ളത്? യുവും വിയും ഉള്ളത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ യു വി പാത്ത് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ നമ്മൾ എവിടെ ഉണ്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? രണ്ട് കോമ്പണന്റിലാണ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണ്? ഇതിനെ നമ്മൾ ജി കോംപ്ലിമെന്റ് ആക്കുമ്പോഴെന്താ? രണ്ട് കോംപ്ലിമെന്റിലാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ ജി കോംപ്ലിമെന്റ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? വെർട്ടെക്സ് സെറ്റിനെ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് വെർട്ടെക്സ് സെറ്റ് വെക്കും. എന്നിട്ട് എന്താണ്? ഇവിടെ നോൺ അഡ്ജസന്റ് ആയ ആൾക്കാരെ മൊത്തം എന്ത് ചെയ്യും? അഡ്ജസന്റ് ആക്കും. അപ്പൊ അത് ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ യുവും വിയും എന്തായിരിക്കും? അഡ്ജസന്റ് ആയിരിക്കും. അവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഡയറക്റ്റ് ഒരു എഡ്ജ് വരും. യു വി എന്ന് പറയുന്ന എഡ്ജ് വരും. അപ്പൊ എന്തുണ്ടാവും? ജി കോംപ്ലിമെന്റിൽ നമ്മളെടുത്ത അവരുടെ ഇടയിൽ എന്തുണ്ടാവും? എഡ്ജ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇഫ് യു ആൻഡ് വി ബിലോങ്സ് ടു ഡിഫറെന്റ് കോമ്പണന്റ് ഓഫ് ജി, then obviously യു ആൻഡ് വി ആർ നോൺ അഡ്ജസന്റ് ഇൻ ജി. ഓക്കെ, രണ്ട് കോമ്പണന്റിലാണ് ഉള്ളതെങ്കിൽ, ജിയിലെ രണ്ട് കോമ്പണന്റിലാണ് ഉള്ളതെങ്കിൽ അവരെന്തായിരിക്കും? നോൺ അഡ്ജസന്റ് ആയിരിക്കും. നോൺ അഡ്ജസന്റ് ആണെങ്കിൽ അത് ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ ഇവരെന്തായിരിക്കും? അഡ്ജസന്റ് ആയിരിക്കും. ആൻഡ് സോ ദേ ആർ അഡ്ജസന്റ് ഇൻ ജി കോംപ്ലിമെന്റ്. അത് ട്രിവിയൽ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ എന്താവും? അത് അഡ്ജസന്റ്. അപ്പൊ എന്തായി? ജി കോംപ്ലിമെന്റിൽ രണ്ടെടുത്ത ആൾക്കാർ എന്തായി? അഡ്ജസന്റ് ആയിരിക്കും. ഇനി എങ്ങനെ വരാം? ഇനി എങ്ങനെ വരാം? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ദസ് യു ആൻഡ് വി ആർ കണക്റ്റഡ് ഇൻ ജി കോംപ്ലിമെന്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ എടുത്ത രീതിയിൽ രണ്ട് കോമ്പണന്റിൽ ജിയിലുള്ള ആൾക്കാർ ജി കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ അവരെന്താണ്? കണക്റ്റഡ് ആണ്. ഇനി എങ്ങനെ വരാം? ഇവരെന്താ? സെയിം കോമ്പണന്റിൽ വരാം. ഓക്കെ, ഇനി ഇവരെന്ത് വരാം? സെയിം കോമ്പണന്റ്. അതാണ് എടുക്കുന്നത്. In case u and v belongs to same component, u and v belongs to same component of g. G യുടെ same componentലാണ് വരുന്നതെങ്കിൽ എന്താ വരിക? Take a vertex w of g not belonging to this component. Okay, എന്താണ്? u v യും same componentലുള്ളത്. u ഇവിടെയുണ്ട്, v ഇവിടെയുണ്ട്. ഓക്കെ, ഇവര് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. കാരണം കണക്റ്റഡ് ആണ്. ഡയറക്റ്റ് എഡ്ജ് ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, ഇനി എന്താ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എവിടത്തേക്ക് എടുക്കുന്നു? ഇവിടുന്ന് ഇതിലല്ലാത്തൊരു കോമ്പണന്റ് നമ്മൾ എടുക്കുന്നു. എന്താണ്? Take a vertex w of g not belonging to this component of g, then uw. uw എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ജിയില് ഇവര് രണ്ട് കോമ്പണന്റിലാണ് ഉള്ളതെങ്കിൽ ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ ഇവരെന്ത് സംഭവിക്കും? യുന്ന് എന്ത് വരും? ഡബ്ല്യൂയിലേക്ക് ഒരു എഡ്ജ് വരക്കും. അതുപോലെ വിന്ന് ഡബ്ല്യൂയിലേക്ക് എന്തുണ്ടാവും? എഡ്ജ് വരക്കും. കോമ്പണന്റ് എങ്ങനെ ഉണ്ടാക്കുക? ഇവിടെ ഇവര് രണ്ട് കോമ്പണന്റ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവര് എന്താണ്? നോൺ അഡ്ജസന്റ് ആണെങ്കിൽ അത് കോമ്പണന്റിലേക്ക് എന്താണ്? കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും? യുന്ന് ഡയറക്റ്റ് ഡബ്ല്യൂയിലേക്കും വരും. അതുപോലെ എന്ത് വരും? വിന്ന് ഡയറക്റ്റ് എവിടത്തേക്കും വരും? ഡബ്ല്യൂയിലേക്കും വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഹെൻസ് ദേ ആർ എഡ്ജസ് ഓഫ് ജി കോംപ്ലിമെന്റ്. അപ്പൊ എന്ത് വരും? യു ഡബ്ല്യു എന്ന് പറയുന്നതും വി ഡബ്ല്യു എന്ന് പറയുന്നതും ആർ നോട്ട് എഡ്ജസ് ഓഫ് ജി. ജിയിൽ എന്തില്ല? ഇവര് എഡ്ജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരും?
ജി കോംപ്ലിമെന്റിൽ അവരെന്തായിരിക്കും എഡ്ജ് ആയിരിക്കും. അതാ പറയുന്നത് ടേക്ക് എ വെർട്ടെക്സ് ഡബ്ല്യു ഓഫ് ജി നോട്ട് ബിലോങ്ങിങ് ടു ദിസ് കോമ്പണന്റ്. വേറൊരു കോമ്പണന്റിൽ എടുക്കുക ഓഫ് ജി, ദെൻ യു ഡബ്ല്യു ആൻഡ് വി ഡബ്ല്യു ആർ നോട്ട് എഡ്ജസ് ഓഫ് ജി. അതായത് ഇത് രണ്ട് കോമ്പണന്റ് ആണെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവും. അങ്ങനെയാവുമ്പോ ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും, യുന്ന് ഡബ്ല്യൂയിലേക്കും വരക്കും, വിന്ന് ഡബ്ല്യൂയിലേക്കും വരക്കും. കാരണം ഇവിടെ നോൺ അഡ്ജസന്റ് ആയ ആൾക്കാരൊക്കെ ജി കോംപ്ലിമെന്റിൽ എന്താക്കിയിട്ടുണ്ടാവും, അഡ്ജസന്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയാ, ദെൻ യു ഡബ്ല്യു വി ഇസ് എ യു വി പാത്ത് ഇൻ ജി കോംപ്ലിമെന്റ്. എന്താണ് യു വി പാത്ത് ഇൻ ജി കോംപ്ലിമെന്റ്. ജി കോംപ്ലിമെന്റില് അതെന്തായിട്ട് വരും, യു വി പാത്ത് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, ജി കോംപ്ലിമെന്റ് ഇസ് കണക്റ്റഡ്. ജി കോംപ്ലിമെന്റ് എന്താണെന്ന് പറയാൻ പറ്റും, കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജി കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എന്താണ് ഡിസ്കണക്റ്റഡ്, ജി കണക്റ്റഡ് അല്ലാത്ത ഒരു ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്താകണം, അത് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു, ഇത് കണക്റ്റഡ് അല്ല. അപ്പൊ എന്തുണ്ടാവും, ഇതിന് കോമ്പണൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് രണ്ട് കോമ്പണന്റ് എങ്കിലും ഉണ്ടാവും. അപ്പൊ എന്താണ്, ജി കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ജി കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താ, അവിടെ ഏതെങ്കിലും രണ്ടാൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, അവരിടയിൽ എന്തുണ്ട്, യു വി പാത്ത് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അവരിടയിൽ എന്തുണ്ട് എന്നാണ് പറയേണ്ടത്, യു വി പാത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജി കോംപ്ലിമെന്റിന് രണ്ട് വേർട്ടെക്സ്. ഇനി ജി കോംപ്ലിമെന്റിലെ രണ്ട് വേർട്ടെക്സ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ജിയേ ഉള്ളൂ, ജി കോംപ്ലിമെന്റ് ഉണ്ടാക്കുന്നതാണ്. ജി എന്താണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. ജി ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എങ്ങനെയൊക്കെ വരാം, ഒന്നിക്കല് എന്താവുക, യുവും വിയും ഡിഫറെന്റ് കോമ്പണന്റിൽ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, യുവും വിയും ഒരേ കോമ്പണന്റിൽ വരാം. ഈ ഒരു രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഇനി യുവും വിയും ഡിഫറെന്റ് കോമ്പണന്റിലാണ് വരുന്നുണ്ടെങ്കിൽ എന്ത് വരും, അവരാ ജി കോംപ്ലിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവർ രണ്ട് കോമ്പണന്റിലായതുകൊണ്ട് ഇവരെന്താണ്, നോൺ അഡ്ജസന്റിൽ ജി ആണ്. അപ്പൊ എന്ത് വരും, അഡ്ജസന്റിൽ എവിടെയാണ്, ജി കോംപ്ലിമെന്റ്. അപ്പൊ അവരുടെ ഇടയിൽ എന്തുണ്ട്, ഒരു പാത്ത് വന്നു. അപ്പൊ എന്തായി, കണക്റ്റഡ് ആയി. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയാ, രണ്ടാമത്തെ കേസ് എന്ത് വരാം, ഇവര് രണ്ടും ഒരേ കോമ്പണന്റിൽ വരാം. രണ്ടും ഒരേ കോമ്പണന്റിൽ വന്നാൽ, അതാണ് നമ്മൾ പിന്നെ പറഞ്ഞത്, ഒരേ കോമ്പണന്റിൽ വന്നാൽ എന്ത് വരും, ഒരേ കോമ്പണന്റിൽ വന്നു കഴിഞ്ഞാല് എന്താണ്, നമ്മളൊരു വെർട്ടെക്സ് എടുക്കുക. ഇവിടെ വെർട്ടെക്സ് ഡബ്ല്യൂയിൽ എടുക്കുക. ഓക്കെ, സോറി, വെർട്ടെക്സ് എടുക്കുക അടുത്ത കോമ്പണന്റിൽ. ഇതല്ലാത്ത ഇത് രണ്ടും ഉള്ളതല്ലാത്ത വേറൊരു കോമ്പണന്റിൽ നമ്മൾ ആരെ എടുക്കുക, ഡബ്ല്യൂ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കുക. ഇത് എവിടെയാണ്, ജിയില് ഇവിടുന്ന് ഇവിടത്തേക്ക് എഡ്ജ് ഉണ്ടാവില്ല, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, എഡ്ജ് ഉണ്ടാവില്ല. കാരണം എന്താ, ഇത് രണ്ട് കോമ്പണന്റിലാണുള്ളത്, എഡ്ജ് ഉണ്ടാവില്ല. ഇവരെന്താ, യു ഡബ്ല്യൂ എന്ന് പറയുന്നതും വി ഡബ്ല്യൂ എന്ന് പറയുന്നതും എഡ്ജ് എവിടെ ഉണ്ടാവില്ല, ജിയിൽ ഉണ്ടാവില്ല. പക്ഷേ ജി കോംപ്ലിമെന്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ നോൺ അഡ്ജസന്റ് ആയ ആൾക്കാരെ മൊത്തം നമ്മൾ അവിടെ എന്താക്കും, അഡ്ജസന്റ് ആക്കുന്നത്. അപ്പൊ യു ഡബ്ല്യൂ എന്നും വി ഡബ്ല്യൂ എന്നും പറയുന്ന അഡ്ജസന്റ്. അപ്പൊ എന്താ, യു എന്ന് ഡബ്ല്യൂ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിയിലേക്ക് വരാൻ പറ്റും ഇവിടെ ജി കോംപ്ലിമെന്റ്. അപ്പൊ എന്താ, യു എന്ന് വിയിലേക്ക് എന്തുണ്ട്, ഒരു പാത്ത് ഉണ്ട്. മറ്റേതാകുമ്പോൾ ഡയറക്റ്റ് എഡ്ജ് വരും, ഇതാകുമ്പോൾ എന്ത് ചെയ്യും, ഒരു പാത്ത വരാം, അതിന്റെ ഇടയിൽ ഒരു വെർട്ടെക്സ് വന്നിട്ട് പാത്ത വരും. അപ്പൊ എന്തായി, ജി കോംപ്ലിമെന്റ് എന്തായി, കണക്റ്റഡ് ആണ്. അപ്പൊ എന്ത് പറയാ, നമ്മൾ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് കേസിലും എന്താകുന്നുണ്ട്, കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം അവരുടെ ഇടയിൽ എന്തുണ്ട്, ഒരു യു വി പാത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആർബിട്രേറ്റ് എടുത്തതുകൊണ്ട് ഇതെല്ലാത്തിനും ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്നത്. ഓക്കെ.